ഗൈസ്, ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ പഴയ ബീച്ചിൻ്റെ സ്ഥലമാണ്. ആദ്യം ഇവിടെ പാലം ഉണ്ടായിരുന്നതാണ്. പാലം ഈ അറ്റം മുതൽ അത് അങ്ങേ അറ്റം വരെ ഉണ്ടായിരുന്നതാണ്. അങ്ങ് അത്ര ആ ദൂരം വരെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ഇതിൻ്റെ പാലത്തിൻ്റെ വഴി. ഇവിടെ മുതൽ അതാ ആ അറ്റം വരെയാണ് ഗൈസ് ഉള്ളത്. ആ അറ്റം വരെ ആ അറ്റം വരെയാണുള്ളത് ഗൈസ്. ഇപ്പോൾ തിരമാലകളൊക്കെ പുറകോട്ടാണ് നിൽക്കുന്നത്. അങ്ങനത്തെ തിരമാലകളൊന്നും കാണുന്നില്ല ഗൈസ്. നമ്മുടെ കോഴിക്കോട് ബീച്ചാണിത് കാണുന്നത്. കോഴിക്കോട് ബീച്ചിലെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഇതാണ്. 1 കിലോമീറ്റർ ഇങ്ങനെ അവിടെ മുതൽ ഇതാ കാണുന്ന അറ്റം വരെ നമ്മളപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പാലം, 1 കിലോമീറ്ററോളമുള്ള ആ പാലം പുതിയാപ്പ വലിയങ്ങാടി ഫിഷിംഗ് ഹാർബറിലേക്കുള്ള വഴിയാണ്. അങ്ങേ അറ്റത്ത് കാണാം. അറ്റത്തേക്കായിട്ട് കാണാം. ഫിഷിംഗ് ഹാർബറാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ വെള്ളയിലെ ഫിഷിംഗ് ഹാർബറാണ് കാണുന്നത്. അങ്ങനെ അറ്റം മുതൽ അങ്ങേ അറ്റം മുതൽ അവിടം വരെയാണ്. അവിടെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഫിഷിംഗ് ഹാർബർ. കോഴിക്കോട് ബീച്ചിൽ വലിയങ്ങാടി പുതിയാപ്പ ഫിഷിംഗ് ഹാർബറൊക്കെയാണ് കാണുന്നത് ആ ഏരിയ. ഗൈസ്, ഇവിടെ പലതരത്തിലുള്ള ഐസ്ക്രീമുകൾ കിട്ടും. മാംഗോ ചോക്കോ ചക്ക ഐസ്ക്രീം, സാധാരണ നമ്മളൊക്കെ കണ്ടുവരുന്ന ഐസ്ക്രീമൊക്കെയാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ ഗൈസ്, ഐസ്ക്രീം എടുക്കുന്നത് പലതരത്തിലുള്ള ഐസ്ക്രീമുകളാണ്. ലൈമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഗൈസ്. ലൈം ഒരു ഐസ്ക്രീം എന്താ വില? ഒന്നിനെന്താ വില? ഐസ്ക്രീം കോൺ ഐസ്ക്രീം 30 ഒരു ഐസ്ക്രീം. അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങാൻ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഗൈസ്. ഐസ്ക്രീമൊക്കെ എടുക്കുന്നുണ്ട്. 30 ഐസ്ക്രീമാണ് ഗൈസ്. അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങാൻ 30 രൂപ കൊടുത്തിട്ട് 30 രൂപ കൊടുത്ത് ഒരു ഐസ്ക്രീമാണ്. 30 ഒരു ഐസ്ക്രീം 30. അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങാൻ ഗൈസ്. വാനില ഐസ്ക്രീമാണ് വാങ്ങുന്നത്. അങ്ങനെ എടുത്ത് ഐസ്ക്രീമിൻ്റെ കോൺ എടുത്ത് അങ്ങനെ വാനില ഐസ്ക്രീമാണ് വാങ്ങുന്നത്. വാനില ഐസ്ക്രീം അങ്ങനെ കോണിൽ അങ്ങനെ എടുത്ത് തരുന്നു. അതാണ് ഐസ്ക്രീം. കോഴിക്കോട് ബീച്ചിലെ ഐസ്ക്രീം. ഇവിടെ കോഴിക്കോട് ബീച്ചിലെ കോൺ ഐസ്ക്രീമാണ് തൂങ്ങി കിടക്കുന്നത്. കോൺ ഐസ്ക്രീം. അത് കൂടാതെ ഇവിടെ ചോളാപ്പരി ഉണ്ട്. ചോളാപ്പരി, ഫൊക്കോൺ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ. ഫൊക്കോൺ എന്ന് പറയും ഇംഗ്ലീഷിൽ. ചോളാപ്പരിയാണ് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ. ഒരു 30 രൂപേൻ്റെ ഐസ്ക്രീം വാങ്ങി വെച്ചില്ലേ, അതേ സ്ഥലം തന്നെയാണ് ഒരു ചോളാപ്പരി ഐസ്ക്രീം ഉണ്ട്. രണ്ടുമുള്ള ഷോപ്പ് ചോളാപ്പരി ഐസ്ക്രീം. ഇത് ഗായ്സ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ്റെ കോഴിക്കോട് മുനിസിപ്പാലിറ്റീൻ്റെ അതാ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ അങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉണ്ട്. അതിൻ്റെ ഹിസ്റ്റോറിക്കൊക്കെ ആണ് ഇതാ ഈ സൈഡിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കോഴിക്കോട് ബീച്ച് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. സ്റ്റേജ് പോയി പരിപാടിയൊക്കെ വെച്ചാൽ അവിടെയൊക്കെയാണ് നടത്തുന്നത് കോഴിക്കോട് ബീച്ചിൽ. അതും കൂടാതെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ മീറ്റിങ്ങും കാര്യങ്ങൾ കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് ബീച്ചിലെ ഗായ്സ്. ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ ലൈറ്റ് ഹൗസ്. നല്ല വെള്ള കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് രാത്രി ആയാൽ ഒരു 5 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഓണാക്കാൻ തുടങ്ങും. ലൈറ്റ് ഹൗസാണ് ഇത്. എന്തിനു വേണ്ടിയുള്ള അങ്ങേ അറ്റത്ത് ദൂരത്തുള്ള
വഴി അറിയാത്ത ആളുകൾക്ക് കര കാണിച്ചു തരുന്ന ലൈറ്റ് ഹൗസാണ് ഇത് കാണുന്നത്. ഇങ്ങനെ ലൈറ്റ് ഹൗസ് വലിയ ഹൈറ്റൊന്നുമില്ല കേട്ടോ, വലിയ ഹൈറ്റൊന്നുമില്ല, ചെറിയ ഹൈറ്റൊക്കെയാണ്. നേരെ കാണുന്നത് ബീച്ചിൽ നിന്ന് വഴി അറിയാതെ വരുന്ന കപ്പൽ, ബോട്ട്, കപ്പലൊക്കെ തീരെ അറിയുവാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് ഹൗസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഹൗസ് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തീരം കാണുവാൻ വേണ്ടിയിട്ടാണിത് ലൈറ്റ് ഹൗസ് വെച്ചിട്ടുള്ളത്. ഇതാണ് കപ്പലാണ് ഈ കാണുന്നത്. ഒരു കപ്പൽ, 2 കപ്പൽ, 3 ഒരു ബോട്ട്. ഇങ്ങനെ കര കാണാൻ വേണ്ടിയിട്ടാണ്. ദൂരെ അങ്ങ് ദൂരെ കര കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ലൈറ്റ് ഹൗസ് വെച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ കാണിച്ചു തന്ന ലൈറ്റ് ഹൗസ്. അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. വായിച്ച് നോക്കിയാലൊക്കെ മനസ്സിലാവുന്നതാണ്. വായിച്ച് നോക്കിയാൽ ഗായ്സ് ഈ പൈതൃകം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ കാലിക്കറ്റാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് ബീച്ചിലെ ഇത് തുറമുഖത്ത് നീളുന്ന തെരുവുകളും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നഗര പാർപ്പിട സമുച്ചയങ്ങളും 1500 വർഷത്തെ കപ്പൽ നിർമ്മാണവും പിന്നെ വിളമ്പിയാലും തീരാത്ത പലഹാരങ്ങളും സ്വാദിഷ്ടമായ അനുഭൂതിയായ ഒക്കെ കൂടിച്ചേരുന്ന ഒരു അനുരമാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. അങ്ങനെ പലതും കാണിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ച്. അതിനെ പറ്റിയിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും പ്രത്യേകിച്ച് അതിൻ്റെ ഹിസ്റ്റോറി കൊടുത്ത അതിൻ്റെ ഈ നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ ഇവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന കോഴിക്കോട് ബീച്ചിലെ കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ അത് മലയാളത്തിൽ കൊടുത്തതാണ്. ഉദ്ഘാടനം കഴിച്ചത് നമ്മുടെ പിണറായി വിജയനാണ് സമർപ്പണം ചെയ്തത്, ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ മലയാളത്തിൽ കൊടുത്തതാണ്. ഗായ്സ് ഈ ബിൽഡിങ് അധികം പഴക്കമൊന്നുമില്ല, പുതിയ ബിൽഡിങ്ങാണ്, അധികം പഴക്കമൊന്നുമില്ല ബിൽഡിങ്. കോഴിക്കോട് ബീച്ചിലെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ബിൽഡിങ്ങാണ് തോന്നുന്നത് കണ്ടിട്ട്. കാരണം അതിന് മുകളിൽ ഹെലിപ്പാഡുണ്ട്, ലാൻഡിങ് ചെയ്യുന്ന ഹെലികോപ്റ്റർ സ്ഥലമുണ്ട് മുകളിൽ. ബിൽഡിങ്ങാണ് അധികം നല്ല ബിൽഡിങ്ങാണെങ്കിൽ പക്ഷേ റൂമുകൾക്കൊക്കെ ഭയങ്കര വാടകയായിരിക്കും. റൂമുകൾക്കൊക്കെ വാടക. നമ്മളെ കോഴിക്കോട് ബീച്ചിലെ ആ പഴയ ആകാശവാണീൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടരികിൽ കാണുന്ന വെള്ള പെയിൻ്റ് അടിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റീൻ്റെ ഓഫീസാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഓഫീസാണ്. തൊട്ട് ബാക്കിലാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലാറ്റ്, നല്ല ഉയരമുള്ള ഫ്ലാറ്റ് മുകളിൽ ഹെലികോപ്റ്റർ നിർത്തുന്നത്. അതിന് തൊട്ടരികിൽ തന്നെ ഫ്ലാറ്റും ഉണ്ട് തൊട്ടരികിൽ. ഇതിൻ്റെ വാടകയൊക്കെ ഭയങ്കര വാടകയ്ക്കും, റൂമിൻ്റെ വാടകയൊക്കെ സ്വന്തം കൊടുക്കുന്നത് കൊണ്ട് വാടകയ്ക്ക് ഉള്ളതും ഉണ്ട്. നമ്മൾ ബീച്ചിന് തൊട്ടരികിൽ തന്നെയാണ്. ബീച്ചിൻ്റെ തൊട്ടരികിൽ ഗായ്സ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നല്ല അടിപൊളി ബിൽഡിങ്ങാണ്. നല്ല വലിയ ബിൽഡിങ്ങും നല്ല കളർഫുൾ ബിൽഡിങ്ങും. അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഹെലികോപ്റ്റർ നിർത്തുന്ന സ്ഥലം, ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലമാണ് മുകളിലുള്ളത്. ബിൽഡിങ്ങിന് മുകളിലുള്ളത് ബിൽഡിങ് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങാണ്, അങ്ങനത്തെ ഒരു ബിൽഡിങ്ങാണ്. കോഴിക്കോട് ബീച്ചിലാണ് ആ ബിൽഡിംഗ് ഉള്ളത്. കോഴിക്കോട് ബീച്ചിന് തൊട്ടരികിൽ തന്നെയാണുള്ളത്. നമ്മൾ നേരെ മുന്നിൽ കാണുന്ന ആ ടി വി സ്ക്രീനിൻ്റെ എൽ സി ഡി സ്ക്രീന്, ആ സ്ക്രീന് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്, കടപ്പുറത്ത് ബീച്ചിൽ വരുന്ന ആളുകൾക്ക് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടരികിലൊക്കെ കണ്ട ഒരു യന്ത്രം കറങ്ങുന്നത്, അത് കുട്ടികൾക്ക് കളിക്കാനുള്ള യന്ത്രമാണ്. കുറേ ആളുകളുണ്ട് കേട്ടോ അവിടെ പോയാൽ കാണാം, ഇഷ്ടംപോലെ ആളുകളും കുട്ടികളൊക്കെ. ഇത് ഇങ്ങനെ നേരെ വെച്ച് കണ്ടില്ലേ, മുകളിൽ ഇങ്ങനെ നേരെ ഒരു ഷോപ്പിന് പരസ്യത്തിന് കൊടുത്താണ് ബോർഡുകളാണ്. എൻജോയ്മെൻറ്റിന് വരുന്ന ആളുകളാണ് നേരെ കാണുന്നത്. അതാ അവിടെ ഇൻഫീൽഡ് സ്പെയിൻ കണ്ടില്ലേ, ഇൻഫീൽഡ് സ്പെയിന് കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ. ഗൈസ്
നമ്മളെ കോഴിക്കോട് ബീച്ചിലെ മുന്നിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളെ അഴക് പറഞ്ഞിട്ട് കോഴിക്കോട് ബീച്ച് അഴക് കൊടുത്തിട്ടുണ്ട്. ഗൈസ് നല്ല കളറായിട്ട് വിവിധ തരം ഭക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്. നെല്ലിക്കപ്പിലിട്ടിട്ട് നെല്ലിക്കപ്പിലിട്ടത്, ഓറഞ്ച്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, ലെമൺ ജ്യൂസ്, നാരങ്ങ ജ്യൂസ്, സോഡ സർബത്ത് ഒക്കെ നല്ല കളറായിട്ടുണ്ട് ഗൈസ്. നല്ല കളറായിട്ടുണ്ട്. കുറേ വണ്ടി കച്ചവടക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഏരിയയിൽപ്പെട്ട സ്ഥലത്താണ് ഒരു കച്ചവടം ചെയ്യുന്നത്. കണ്ടോ, ഒരു നീലും വെള്ളം പെയിൻ്റ് അടിച്ച് കണ്ടില്ല. നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഏരിയയിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ കച്ചവടക്കാർ കച്ചവടം ചെയ്യാണ്. നല്ല അടിപൊളി ബീച്ചാണ് കോഴിക്കോട് ബീച്ച്.